വെൽക്കം. റഹ്മാനാണ്. ആന്റി ടി ബി ഡ്രഗ്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ പൈറാസിനമൈഡ് എന്ന മരുന്നിനെ കുറിച്ചും എത്തംബ്യൂട്ടോൾ, ദെൻ ബെഡാക്വിലിൻ പോലുള്ള മറ്റ് എല്ലാ ടി ബി മരുന്നുകളെയും കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സീരീസിലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിപ്പോൾ റിഫാംപിസിൻ ആൻഡ് INH കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു. സോ ടി ബി ചികിത്സയിലെ പ്രധാന മരുന്നുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് HRZE ആണ്. അതിൽ H ഉം R നമ്മൾ കഴിഞ്ഞു. ദെൻ Z ഈസ് ഫോർ പൈറാസിനമൈഡ് ആൻഡ് E ഈസ് ഫോർ എത്തംബ്യൂട്ടോൾ. സോ 4 മരുന്നുകൾ ചേർന്ന കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ് ആണ് ടി ബിയുടെ പ്രഥമ ചികിത്സ. നമുക്ക് പൈറാസിനമൈഡ് ആൻഡ് എത്തംബ്യൂട്ടോൾ കമ്പയർ ചെയ്ത് പറഞ്ഞു പോകാം. നമ്മൾ റിഫാംപിസിനും INH ഉം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സോ ഇവിടെയും അങ്ങനെ പോകാം. രണ്ട് മരുന്നും ഫസ്റ്റ് ലൈൻ ആണ്. എവിടെയാണ് ഫസ്റ്റ് ലൈൻ? ഇൻ ടി ബി. ഇതും ഫസ്റ്റ് ലൈൻ ആണ്, ഇതും ഫസ്റ്റ് ലൈൻ ആണ്. ടി ബിയിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ഡ്രഗുകൾ തന്നെയാണ്. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. പൈറാസിനമൈഡ് ഓൺലി ഇൻ ടി ബി. ടി ബിയിൽ മാത്രമാണ് ഫലം ഉള്ളത്. അത് INH നും നമ്മൾ പറഞ്ഞു, INH നും ടി ബിയിൽ മാത്രമായിരുന്നു ഫലം. ആൻഡ് പൈറാസിനമൈഡിന്റെ മെക്കാനിസം പറഞ്ഞാൽ ഇത് മൈക്കോളിക് ആസിഡ്, INH ൽ പറഞ്ഞ അതേ മെക്കാനിസംസിലേക്ക് തന്നെയാണ് പോകുന്നത്. മൈക്കോളിക് ആസിഡ് സിന്തസിസ് തടയുന്ന മരുന്നാണ്. സോ സെൽവോളിൽ മൈക്കോളിക് ആസിഡ് ഉണ്ട്. സെൽവോൾ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ് മരുന്ന് ടി ബി അണുക്കളിൽ എത്തിക്കഴിഞ്ഞാൽ, അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് പൈറാസിനമിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വഴി ആണ് ഇത് ആക്റ്റീവ് ഫോമിലേക്ക് ആകുക. സോ ഓൾമോസ്റ്റ് ഓൾ എവറിത്തിങ് ലൈക്ക് ടി ബി ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തടയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അസറ്റൈൽ കോയയിൽ നിന്ന് എന്തുണ്ടാകും? അതിൽ നിന്ന് നമുക്ക് ഫാറ്റി ആസിഡ് ഉണ്ടാകും. ഇതിനൊരു എൻസൈം വേണം, ഫാസ് 1. ഈ ഫാറ്റി ആസിഡിൽ നിന്ന് മൈക്കോളിക് ആസിഡ് ഉണ്ടാവും. നമ്മൾ പഠിച്ചു മൈക്കോളിക് ആസിഡ് ഉണ്ടാവുന്നതിന് ഫാസ് 2 വേണം. സോ INH തടഞ്ഞത് ഇതാണ്. ഇവിടെയാണ് INH തടയാൻ വേറെ 2 എൻസൈം കൂടി വേണം. പക്ഷെ ഇത് തടയുന്നത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിലാണ്, ഫാസ് 1നെയാണ് തടയുന്നത്. സോ ഇവിടെയാണ് പൈറാസിനമൈഡിന്റെ ആക്ഷൻ. സോ INHന് ഏകദേശ സമാനമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്, അതേ സംഭവങ്ങളിൽ തന്നെയാണ് ആക്ട് ചെയ്യുക. അപ്പൊ എത്തംബ്യൂട്ടോളിന്റെ മെക്കാനിസം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇതാണ്. ഇതും സെൽവോൾ സിന്തസിസ്, സെൽവോൾ എന്നുകൂടി എഴുതുക, സിന്തസിസ് ഇൻഹിബിറ്റർ മരുന്ന് തന്നെയാണ്. സോ സെൽവോൾ ഉണ്ടാക്കാൻ മൈക്കോളിക് ആസിഡ് മാത്രം പോരാ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം മൈക്കോളിക് ആസിഡിനെ കുറിച്ചാണ്. പക്ഷേ അവിടെ വേറൊരാൾ കൂടി വേണം. അയാളുടെ പേരാണ് അരാബിനോ ഗാലക്ടാൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വേണം. അപ്പോൾ മരുന്ന് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. മരുന്ന് അരാബിനോ അസൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെയാണ് തടയുക. സോ ഈ എൻസൈമിനെയാണ് എത്തംബ്യൂട്ടോൾ തടയുക. അപ്പൊ എന്തില്ല, നമുക്ക് അരാബിനോ ഗാലക്ടാൻ എന്ന് പറയുന്ന സംഭവമില്ല. സോ ഇതും സെൽവോൾ ഫോർമേഷന് അത്യാവശ്യമാണ്. സോ മൈക്കോളിക് ആസിഡ് വേണം സെൽവോളിന്, അരാബിനോ ഗാലക്ടാൻ വേണം. ഇതിൽ INH ഉം പൈറാസിനമൈഡും മൈക്കോളിക് ആസിഡിലാണെങ്കിൽ ഇത് തടയുന്നത് അരാബിനോ ഗാലക്ടാനിലാണ്. സോ ഇതിന്റെ ഫാസ് 1ലാണ്. ഫാസ് 1നെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. ഇത് അരാബിനോ അസൈൽ ട്രാൻസ്ഫറേസിലാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് സെൽവോൾ ഉണ്ടാകുമായിരുന്നുള്ളൂ. അത് ഇല്ല. ഇനി റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണം കൂടി നമുക്ക് ഈ സ്ലൈഡിൽ പറഞ്ഞാൽ, പൈറാസിനമിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീൻ എന്ന് പറയുന്നത് PNCA ജീൻ. PNCA ജീൻ എന്ന് വെച്ചാൽ പൈറാസിനമിഡേസ് ഓർ നിക്കോട്ടിനാമിഡേസ് എ ജീൻ എന്ന് പറയും. അതാണ് N. സോ ഇവിടെ ഒരു മ്യൂട്ടേഷൻ, ഈ ജീനിൽ ഒരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ പൈറാസിനമിനോട് റെസിസ്റ്റന്റ് ആകും. സോ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണം മ്യൂട്ടേഷൻ ഇവിടെയാണ്. എത്തംബ്യൂട്ടോളിനോടോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EMB ജീൻ എന്ന് പറയുന്ന ഇതിൽ മ്യൂട്ടേഷൻ വന്നു കഴിയുമ്പോൾ എത്തംബ്യൂട്ടോളിനോടും റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ രണ്ടും മ്യൂട്ടേഷൻ ഇൻ ദീസ് എൻസൈംസ് ആണ്. ഈ ജീനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുക. പൈറാസിനമൈഡ് ഈസ് ബാക്ടീരിയസിഡൽ ഓർ മൈക്കോബാക്ടീരിയസിഡൽ ആണെങ്കിൽ എത്തംബ്യൂട്ടോൾ ഈസ് ബാക്ടീരിയസ്റ്റാറ്റിക് ആണ്. രണ്ടും സെൽവോൾ തന്നെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സാധാരണ സെൽവോൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എല്ലാം തന്നെ സിഡൽ ആയിരിക്കും. പക്ഷെ ഇവിടെ ദിസ് ഈ സ്റ്റാറ്റിക് ആണ്, ഇത് സിഡൽ ആണ്. അപ്പോൾ നമ്മുടെ കോഡ് HRZE എടുത്തു കഴിഞ്ഞാൽ ഇത് മൂന്നും നമ്മൾ പറഞ്ഞു സിഡൽ ആണ്. സോ ദിസ് ഇസ് ദ ഓൺലി സ്റ്റാറ്റിക്. എത്തംബ്യൂട്ടോൾ ഇസ് ദ ഓൺലി ബാക്ടീരിയസ്റ്റാറ്റിക് ഡ്രഗ് ഇൻ ദ ഫസ്റ്റ് ലൈൻ ആന്റി ടി ബി ഡ്രഗ്സ്. ഇനി പൈറാസിനമൈഡിന് ഇൻട്രാസെല്ലുലാർ മൈക്കോബാക്ടീരിയം താമസിക്കുന്നത് നമ്മുടെ ഇതിനകത്താണ്, അല്ലെ, സെല്ലിന്റെ അകത്തുള്ള ഫാഗോസോമിനകത്താണ് താമസിക്കുന്നത്. സോ അതിനെ മാത്രമേ കിൽ ചെയ്യാനായിട്ട് പറ്റൂ. ആർക്ക്? പൈറാസിനമൈഡിന്. സോ മാക്രോഫേജസിന് അകത്തുള്ള ഗ്രാനുലോമയുടെ അകത്തുള്ള കേസിയസ് ഇൻഫ്ലമേഷന്റെ അകത്ത് അതിന് മാത്രമേ കൊല്ലാൻ പറ്റൂ. പക്ഷെ എത്തംബ്യൂട്ടോളിനാണെങ്കിൽ ഇത് ഇപ്പോൾ പുറത്തു നിന്നാലും ഇത് മൈക്കോബാക്ടീരിയ അകത്തിരുന്നാലും രണ്ടിനെയും കൊല്ലാൻ പറ്റും. സോ ഇത് അപ്പോൾ INHനെ പോലെയാണ്, റിഫാംബസിനെ പോലെയാണ്. ഇത് പക്ഷെ ഒറ്റയ്ക്കാണ്. ഇതിനെ ഓൺലി ഇൻസൈഡ് ദ ഇൻട്രാസെല്ലുലാർ മൈക്കോബാക്ടീരിയത്തിനെ മാത്രമേ കൊല്ലാൻ പറ്റൂ. ഇനി പൈറാസിനമൈഡിന്റെ ആക്ഷൻ ഈസ്
ഇൻ സ്ലോലി മൾട്ടിപ്ലൈങ്, പതിയെ മൾട്ടിപ്ലൈ ചെയ്യുന്ന മൈക്കോബാക്ടീരിയത്തിലാണ് ഇതിന്റെ പൈറാസിനമൈഡിന്റെ ആക്ഷൻ. ലൈക്ക് റിഫാംബസിനെ പോലെയാണ് ഇത് ആക്ട് ചെയ്യുക. INH നമ്മൾ പറഞ്ഞത് റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസിനെയാണ് ടാർഗറ്റ് ചെയ്യുക. സോ എത്തംബ്യൂട്ടോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ലോലിയാണ്, അപ്പൊ സ്റ്റാറ്റിക് ആണ്. ഇനി കൈനറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ രണ്ട് മരുന്നും യൂറിനിലൂടെ പോകും. യൂറിനിലൂടെയാണ് എലിമിനേറ്റ് ചെയ്യുന്ന മരുന്നുകളാണ്. സോ റീനൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടിന്റെയും ഡോസ് നമുക്ക് കുറയ്ക്കേണ്ടി വരും. സോ റീനൽ ഫെയിലിയറിൽ ഡോസ് കുറയ്ക്കേണ്ടാത്ത ഏതായിരുന്നു? അത് റിഫാംബസിനാണ്, കുറയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഏറ്റവും അൺസേഫ് ഇൻ റീനൽ ഫെയിലിയർ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാം സ്ഥാനം എത്തംബ്യൂട്ടോൾ ആണ്. റീനൽ ഫെയിലിയറിൽ ഏറ്റവും അൺസേഫ് ആയിട്ടുള്ള, കൊടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട മരുന്ന്. ആൻഡ് ഇവയിൽ ഏറ്റവും ലീസ്റ്റ് പൊട്ടന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതും എത്തംബ്യൂട്ടോൾ ആണ്. ഏറ്റവും കൂടുതൽ ഡോസ് കൊടുക്കേണ്ടത് എത്തംബ്യൂട്ടോളിനാണ്, ഡോസ് കൂടുതൽ കൊടുക്കണം. ആൻഡ് രണ്ട് മരുന്നും ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യും. ആൻഡ് എല്ലാ മരുന്നും നമുക്ക് ടി ബിയിൽ നമുക്ക് ഈ മരുന്നുകളൊക്കെ പ്രഗ്നൻസിയിൽ കൊടുക്കാമെങ്കിലും ദിസ് പൈറാസിനമൈഡ് ഈസ് ഒഴിവാക്കണം. പ്രഗ്നൻസി സേഫ്റ്റി ഇത് കുറവാണ്. പൈറാസിനമൈഡ് പല സ്ഥലങ്ങളിലും ഒഴിവാക്കുന്നുണ്ട്. സോ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ അവിടെ പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് സ്ട്രെപ്റ്റോമൈസിൻ മേ ബി ദ ഡ്രഗ് ഓഫ് ചോയ്സ്. അവിടെ നമുക്ക് ചിലപ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിനി അഡ്വേഴ്സ് എഫക്ട് ADR പറഞ്ഞാൽ, ADR പൈറാസിനമൈഡ് ആണ് മോസ്റ്റ് ഹെപ്പാറ്റോടോക്സിക്. ഹെപ്പാറ്റോടോക്സിറ്റി ഏറ്റവും കൂടുതലുള്ള ആന്റി TB ഡ്രഗ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പൈറാസിനമൈഡ് ആണ്. ഏറ്റവും ദോഷകരം. എത്തംബ്യൂട്ടോളിന് അത്രയും ഉണ്ടോ എന്ന് വെച്ചാൽ കുറച്ചെന്തായാലും കണ്ടേക്കും, പക്ഷെ അത്രയും കമ്പാരിറ്റീവ്ലി ദിസ് ഈസ് സേഫ് ആണ്. ഓക്കെ, മറ്റ് രണ്ട് മരുന്നുകൾ കൊണ്ട് ആർക്കൊക്കെ ആയിരുന്നു? റിഫാംബസിനുണ്ട്, INHനും ഹെപ്പാറ്റോടോക്സിറ്റി നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് രണ്ടാമത്തെ പ്രശ്നം ഹൈപ്പർ കൂടുതൽ തന്നെയാണ്. യൂറിസീമിയ, കൂടുതലായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാവുന്നതാണ്. യൂറിക് ആസിഡ് ലെവൽ വർദ്ധിപ്പിക്കുന്ന മരുന്ന് ആണ് ദിസ് പൈറാസിനമൈഡ്. ജോയിന്റിൽ, ഹാൻഡ്, ഫീറ്റ് അവിടെ എല്ലാം യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാകും. ആൻഡ് എത്തംബ്യൂട്ടോളിന് പ്രശ്നമുണ്ടോ? ഉണ്ട്, പക്ഷേ കുറവാണ് കമ്പാരിറ്റീവ്ലി. സോ പൈറാസിനമൈഡ് പോളി ആർത്രാൾജി ഉണ്ടാക്കും. അപ്പൊ ജോയിന്റ്സിലും അവിടെ പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ എന്നിവ ഉണ്ടാക്കും. വേറെ മരുന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞത് INH ആണ്. INH ഇത് ഉണ്ടാക്കും, പക്ഷെ പൈറാസിനമൈഡിനാണ് കൂടുതൽ എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. എത്തംബ്യൂട്ടോളിന് കുറവാണ്, റിഫാംബസിന് ഇതില്ല. അപ്പൊ എത്തംബ്യൂട്ടോളിന്റെ പ്രധാന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിട്രോബൾബാർ എന്ന് പറയുമ്പോൾ തന്നെ കാഴ്ച, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓർബിറ്റൽ ന്യൂറൈറ്റിസ്. സോ ന്യൂറൈറ്റിസ് ആണ്, കണ്ണിലാണ് പ്രശ്നം. നെർവ് ഡാമേജ് ഓഫ് ദ ഐ, പ്രത്യേകിച്ച് കളർ വിഷൻ തകരാറിലാകും. ഏത് കളറാണ്? കൂടുതൽ ഗ്രീൻ കളർ. നമ്മൾ വിളിക്കുക റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഇത് പെയിൻലെസ് ആണ്. പെയിൻലെസ് ആയതുകൊണ്ട് വിഷൻ പോകുന്നത് അറിയതേയില്ല. സോ വിഷൻ പോയി കഴിയുമ്പോഴാണ് അറിയുക. സോ വിഷൻ ലോസ് ഉണ്ടാക്കുന്നതിനാൽ, ബിക്കോസ് ഓഫ് വിഷൻ ലോസ്, കാഴ്ച നഷ്ടപ്പെടുന്നാൽ ദിസ് എത്തംബ്യൂട്ടോൾ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഇത് കൊടുക്കാൻ പാടില്ല, അവോയ്ഡഡ് ഇൻ ചിൽഡ്രൻ. ആൻഡ് ഇതിന്റെ കൂടെ മറ്റൊരു പ്രശ്നം കൂടിയുള്ളത് ഓർബിറ്റൽ ബ്ലൈൻഡ് സ്പോട്ട്സും ഉണ്ടാക്കാം. ഓർബിറ്റൽ ബ്ലൈൻഡ് സ്പോട്ടിനെ നമ്മൾ സ്കോട്ടോമ എന്നാണ് വിളിക്കുക. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വൈറ്റമിൻ B12 കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ വൈറ്റമിൻ B12 കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറേയേറെ ലഘൂകരിക്കാനായിട്ട് പറ്റും. ഈ സ്ട്രെപ്റ്റോമൈസിനെ കുറിച്ച് ആന്റി TB പെർസ്പെക്റ്റീവിൽ മാത്രം, ബാക്കിയെല്ലാം നമ്മൾ അമിനോഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ദിസ് 30S ഇൻഹിബിറ്റർ ആണ്. ആൻഡ് ഇത് നമ്മൾ നൽകുന്ന എപ്പോഴാണ്? നമ്മൾ നൽകുന്നത് ഏതെങ്കിലിനോടും, നമ്മൾ പറഞ്ഞ RZDയിലെ ഏതെങ്കിലിനോടും നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്ന മരുന്നാണിത്. IM ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നതാണ്. പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്, 30S ഇൻഹിബിറ്റർ ആണ്. മൈക്കോബാക്ടീരിയ തടയും. ആൻഡ് ഇത് സെല്ലിനകത്തുള്ളതിനെ തടയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വാട്ടർ സോലുബിൾ ആണ്. സോ ഓൺലി ഇൻ ദ ECM. എക്സ്ട്രാ സെല്ലുലാറിന് മാത്രമേ തടയാൻ പറ്റൂ. ആൻഡ് ലിവർ ഡിസീസിൽ ഈ മരുന്ന് സേഫ് ആണ്, പക്ഷേ കിഡ്നി ഡിസീസസിൽ മരുന്ന് സേഫ് അല്ല, സേഫ്റ്റി കുറവാണ്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ കിടക്കോ ഇല്ല, ബിക്കോസ് ഓൺലി എക്സ്ട്രാ സെല്ലുലർ ആണ്. സോ അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. പ്രഗ്നൻസിയിൽ സേഫ്. ആൻഡ് സ്ട്രെപ്റ്റോമൈസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം, ബിക്കോസ് അമിനോഗ്ലൈക്കോസൈഡ് ആകുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്ന ഓട്ടോടോക്സിറ്റി ആൻഡ് നെഫ്രോടോക്സിറ്റി ആയിരിക്കും ആലോചിക്കുക. കേൾവിശക്തി പോകും. സ്ട്രെപ്റ്റോമൈസിൻ അല്ലാതെ നമുക്ക് കൊടുക്കാവുന്ന അമിനോഗ്ലൈക്കോസൈഡ് ഉണ്ട്. അതിന്റെ പേര് അമിക്കാസിൻ ആണ്. അമിക്കാസിനും ഈസ് ഓൾസോ എഫക്റ്റീവ് ആണ്. ദെൻ ഇനി ഒരു മരുന്ന് സൈക്ലോസെറിൻ ആണ്. സൈക്ലോസെറിൻ നമ്മൾ പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ആന്റിബയോട്ടിക്സിൽ നമ്മൾ പറഞ്ഞു ഇത് സെക്കൻഡ് ലൈൻ മരുന്നാണ്. ന്യൂറോടോക്സിറ്റി, സൈക്ലോസെറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ന്യൂറോടോക്സിറ്റി ആണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു പേരുണ്ട്, സൈക്സെറിൻ എന്നൊക്കെ അറിയപ്പെടുന്ന മരുന്നാണ്. ആൻഡ് വൈറ്റമിൻ B6 നമ്മൾ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറെ ന്യൂറോടോക്സിറ്റി കുറയ്ക്കാം. വേറെ മരുന്ന് എത്തിയോണമൈഡ് ആണ്. എത്തിയോണമൈഡ് എന്ന മരുന്ന് ഒരു തയോണമൈഡ് ആണ്. തയോണമൈഡ് ഇതിന്റെ പ്രത്യേകത, നമ്മൾ ഈ മരുന്ന് തയോണമൈഡ് മരുന്ന് വേറൊരെണ്ണം നമ്മൾ പഠിച്ചിട്ടുള്ളത് മെത്തിമസോൾ ആണ്. മെത്തിമസോൾ എന്ന് പറയുമ്പോൾ ആന്റി തൈറോയ്ഡ് മരുന്നാണ്. സോ ഈ മരുന്നിനും കുറച്ച് ആന്റി തൈറോയ്ഡുകൾ എഫക്ട് ഉള്ളതാണ്. സോ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കാം. ഹൈപ്പോതൈറോയിഡിസം
ഉണ്ടാക്കുകയും TSH വർദ്ധിപ്പിക്കുകയും ചെയ്യും. TSH വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളുടെ ഹൈപ്പോതൈറോയ്ഡ് ഗോയിറ്റർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് മാത്രമേ നമ്മൾക്ക് എത്തിയോണമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. INH-മായിട്ട് ക്രോസ് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കൂടി ഓർക്കുക. കാരണം ഈ മരുന്ന് തടയുന്നത് INHA പ്രോട്ടീനെയാണ്. INHA എന്താണെന്ന് ഞാൻ INH-ൽ പറഞ്ഞതാണ്. അടുത്ത മരുന്ന് പാരാ അമിനോ സാലിസിലിക് ആസിഡ് ആണ്. പാസ് ആണ്. പാരാ അമിനോ സാലിസിലിക് ആസിഡ് സൾഫോണമൈഡ് വിഭാഗം മരുന്നാണ്. ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. ഫോളിക് ആസിഡ് സിന്തസിസ് തടയുന്ന മരുന്നാണ്. ഇതും കുറച്ച് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കാം. ഇതെല്ലാം സെക്കൻഡ് ലൈൻ ആണ്. ഇനി TB-യിലെ പ്രധാനപ്പെട്ട മരുന്ന് ഫ്ലൂറോക്വിനലോൺസ് ആണ്. ഫ്ലൂറോക്വിനലോൺസ് അത് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഫ്ലൂറോക്വിനലോൺസ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ മരുന്നാണ് ബെഡാക്യുലിൻ എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചാണ്. 6 മാസം 6 months ഒക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്നാണ്. TB തെറാപ്പി വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ആൻഡ് ഇത് മെട്രോണിഡസോൾ പോലെ ഒരു മരുന്നാണ്. മെട്രോണിഡസോൾ പോലെ മൈക്കോബാക്ടീരിയയുടെ ATP സിന്തേസ്, ATP ഉണ്ടാക്കുന്ന പരിപാടിയാണ് അവസാനിപ്പിക്കുക. സോ ATP പ്രോട്ടോൺ പമ്പിനെ തടയുന്ന മരുന്നാണ്. ATP പ്രോട്ടോൺ പമ്പിനെ തടയുമ്പോൾ മൈക്കോബാക്ടീരിയയ്ക്ക് ആവശ്യത്തിനുള്ള എനർജി കിട്ടാതെ വരും. ഡിക്രീസ്ഡ് എനർജി പ്രൊഡക്ഷൻ. ആൻഡ് ദിസ് ഇസ് എ സെക്കൻഡ് ലൈൻ ഡ്രഗ് ആണ്. ആഡ് ഓൺ ഡ്രഗ് ആണ്. ആൻഡ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹെപ്പാറ്റോടോക്സിറ്റി മരുന്നും ഉണ്ടാക്കാം. ദെൻ പിന്നെയുള്ള പ്രശ്നം ഈ Q, ഞാൻ നേരത്തെ എവിടെയോ പറഞ്ഞു, Q ആണെങ്കിൽ നമുക്ക് അപ്പോൾ ഓർക്കേണ്ടത് QT പ്രൊലോങ്ങേഷൻ അല്ലെങ്കിൽ QT ഇന്റർവെൽ പ്രൊലോങ് ചെയ്യാം എന്നുള്ളത് ഓർക്കുക. അപ്പോൾ കാർഡിയോ ടോക്സിറ്റി ഇതിനൊരു ചെറിയ വിഷയമായിട്ടുണ്ട്. അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് പൾമണറി TB-യിലാണ്. ബാക്കി ഒരുപാട് TB-കളൊക്കെ ഉണ്ട്. അതിലൊന്നും തൽക്കാലം ഉപയോഗിക്കുന്നില്ല. പ്രഗ്നൻസിയിലാണെങ്കിൽ ഇറ്റ് ഈസ് ഉപയോഗിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. ആൻഡ് ലിനസോളിഡ് എന്ന് പറയുന്ന മരുന്ന്, ലിനസോളിഡ് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ മരുന്ന് നമുക്ക് ഇതിനൊപ്പം ഒഴിവാക്കേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് TB മരുന്നുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡെലമാനിഡ് അങ്ങനെയൊക്കെയുള്ള മരുന്നുകളുണ്ട്. അതൊക്കെ നമുക്ക് പുറകെ എപ്പോഴെങ്കിലൊക്കെ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.